നൊബേൽ സമ്മാനം തരാത്ത പക്ഷം മറ്റു രാജ്യങ്ങളുടെ സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ബാധ്യത എനിക്കില്ല. അമേരിക്കയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി മാത്രമായിരിക്കും ഇനി പ്രവർത്തിക്കുക. മാത്രമല്ല, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ടില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. നൊബേൽ സമ്മാന വിവാദത്തിന് പിന്നാലെ തന്നെ ഇപ്പോൾ നോർവ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലൂടെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ബാധ്യത തനിക്കില്ല എന്നും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കാത്തതിനാൽ തന്നെ ഇനി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുമെന്നും ട്രംപ് കത്തിൽ സൂചിപ്പിക്കുന്നു. ഗ്രീൻലാൻഡുമായുള്ള ഡെൻമാർക്കിന്റെ അധികാരം അല്ലെങ്കിൽ പരമാധികാരത്തെയും ട്രംപ് കത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. നൊബേൽ സമ്മാന വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ നോർവ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിക്കൊണ്ട് ഇത്തരം ഒരു സംഭാഷണം നടത്തിയിരിക്കുന്നത്. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷവും നിങ്ങളുടെ രാജ്യം എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകിയിട്ടില്ല എന്ന് തീരുമാനിച്ചത് അത് കണക്കിലെടുക്കുമ്പോൾ സമാധാനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ബാധ്യത എനിക്കില്ല. സമാധാന ചിന്ത എപ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും ഇപ്പോൾ അമേരിക്കയ്ക്ക് നല്ലതും ഉചിതവുമായത് എന്താണെന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡെൻമാർക്ക് ആ ഭൂമി റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും അവർക്ക് എന്തിനാണ് ഉടമസ്ഥാവകാശം? എഴുതപ്പെട്ട രേഖകളൊന്നുമില്ല. 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബോട്ട് അവിടെ വന്നിറങ്ങിയിരുന്നു എന്നത് മാത്രമാണ്. നാറ്റോ സ്ഥാപിതമായതിനു ശേഷം മറ്റൊരു വ്യക്തികളെയും കൂടുതൽ കാര്യങ്ങൾ താൻ ചെയ്തിട്ടില്ല എന്നും ഇപ്പോൾ നാറ്റോ അമേരിക്കയ്ക്കായി തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും ഗ്രീൻലാൻഡിന്റെ പൂർണ്ണവും സമ്പൂർണവുമായ നിയന്ത്രണം അമേരിക്കയ്ക്ക് ലഭിച്ചില്ല എങ്കിൽ ലോകം സുരക്ഷിതമായിരിക്കില്ല എന്ന് ട്രംപ് ഇപ്പോൾ നോർവ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റൊരു ലോക മഹായുദ്ധത്തിന്, അതായത് 3ാം ലോക മഹായുദ്ധത്തിനായി തന്നെ ട്രംപ് കരുക്കൾ നീക്കുകയാണ്. ഒരു സൈഡിൽ ഇറാൻ വിഷയം കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണമെന്ന മോഹവുമായി ട്രംപ് രംഗത്ത് വരുന്നത്. ഈ രംഗത്ത് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു രംഗപ്രവേശനത്തോടു കൂടി തന്നെ വീണ്ടും ലോകത്തെ മറ്റൊരു കലുഷിതാവസ്ഥയിലേക്ക് ട്രംപ് എത്തിക്കും എന്നതിലും സംശയമില്ല. ഇത്തരത്തിൽ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഗവേഷകർ 3ാം ലോക മഹായുദ്ധം വരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ശരിക്കും എഴുതപ്പെട്ടു തുടങ്ങി എന്നതാണ് വ്യക്തമാകാൻ സാധിക്കുന്നത്. അതേസമയം ട്രംപ് ഗ്രീൻലാൻഡിനെ നിയന്ത്രിക്കാനുള്ള യുഎസിന്റെ നീക്കത്തെ പിന്തുണയ്ക്കാത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ചുമത്താനാണ് ട്രംപിന്റെ നടപടി. ഫെബ്രുവരി 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരുമെന്നും ഡെൻമാർക്ക്, UK, ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഫിലിപ്പീൻസ്, നോർവ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ട്രംപ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎസിന്റെ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണ് എന്നതാണ് ട്രംപിന്റെ പക്ഷം. 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 10% ടാരിഫ് ഏർപ്പെടുത്തിയത് ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുന്നവരെ ടാരിഫ് നിലനിൽക്കുമെന്നും ജൂൺ 1 മുതൽ തന്നെ ടാരിഫുകൾ 25% തന്നെ വർദ്ധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡെൻമാർക്കിനും ഗ്രീൻലാൻഡിനുമാണ് അവരുടെ കാര്യം തീരുമാനിക്കേണ്ടതെന്നും ആർക്കും ഇതിൽ ഇടപെടാൻ അധികാരമില്ല എന്നതായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട്. ഗ്രീൻലാൻഡ് മേൽ കടന്നാക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള അവരുടെ അവകാശത്തെ അത് തുണയ്ക്കുമെന്നും ഇപ്പോൾ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ്. അതേപോലെ ഗ്രീൻലാൻഡ് വിൽക്കാൻ വെച്ചിട്ടില്ല എന്നതായിരുന്നു ഗ്രീൻലാൻഡുകാരും ഡെൻമാർക്കുകാരും അവിടെ വ്യക്തമാക്കിയത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ വളരെ രോക്ഷം കൊണ്ടുകൊണ്ട് ട്രംപ് ആകട്ടെ ഇത്തരം ഒരു തീരുമാനമെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.